നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ ജീവനും ജീവിതവും ഏറ്റവും വിലപ്പെട്ട ജീവനും ജീവിതവും ബലിയർപ്പിച്ചുകൊണ്ട് നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യവും ചില ആളുകൾ അപഹരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർ കേവലം സമരം ചെയ്യുന്ന പോരാളികൾ മാത്രമായിരിക്കുകയില്ല. നേമരിച്ചവർ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, അവർ താമസിക്കുന്ന പട്ടണങ്ങളിലും താമസിക്കുന്ന ഗ്രാമങ്ങളിലും മുസ്ലിം സമുദായത്തിന് മാത്രമല്ല അവശത അനുഭവിക്കുന്ന ആർദ്രരായ ദീനരായ പിന്നോക്കം നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും അത്താണിയായി വർത്തിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ സമ്മേളിച്ച മുഴുവൻ കേഡറ്റുകളും ഈ കേഡറ്റുകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെ സൈനികരായിട്ടുള്ള മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാരും അഭ്യുദയകാംക്ഷികളും പ്രാദേശിക തലത്തിൽ അവർക്ക് പിന്നെ ബുദ്ധിമുട്ടുന്നവർക്കും വിഷമമനുഭവിക്കുന്നവർക്കും ഒരത്താണിയായി ആശ്രയമായി ഉയരണം. ഞങ്ങൾ ഇനി ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് കളിക്കണമെന്നാണ് ആലോചിക്കുന്നത്. BJP എന്ന ഒരു ഉമ്മാക്കിയെ കാണിച്ച് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് നേടി അധികാരത്തിലേറാമെന്ന ഒരു വ്യാമോഹം മുസ്ലിങ്ങളുടെ പാർട്ടിയായി നടക്കുന്നവർ പോലും ഇനി ആഗ്രഹിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ സന്ദേശം നൽകുകയാണ്. കാരണം BJP എന്ന ഭീഷണിയെ നേരിടാൻ പോപ്പുലർ ഫ്രണ്ട് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അത് നോക്കാൻ ഇനി ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും മറ്റു മതേതര പാർട്ടിക്കാരനും മുസ്ലിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിനി വരേണ്ടതില്ല. കാരണം നിങ്ങളെ പ്രതീക്ഷിച്ച് 60 വർഷക്കാലം ഞങ്ങൾ നിന്നു, പക്ഷെ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ ചില പൈങ്കിളി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. ചില പൈങ്കിളി മുദ്രാവാക്യങ്ങൾക്കപ്പുറത്ത് മുസ്ലിം സമുദായം സംഘടിക്കുന്നതോ മുസ്ലിം സമുദായം പുരോഗതിയിലേക്ക് പോകുന്നതോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ആക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കൊല നടത്തി ഞങ്ങളുടെ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം വരെയും ഈ പരിപാടിയോടൊപ്പം വിജയിപ്പിക്കുന്നതിന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് പ്രവർത്തിച്ച എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്ത, ഈ പരിപാടി വൻ വിജയമാക്കി തീർത്ത എല്ലാവർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മക്കത്തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.